ഇപ്പോൾ കിട്ടിയ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഛത്തീസ്ഗഡിലെ ജസ്പൂർ ജില്ലയിൽ സ്വകാര്യ വിമാനം തകർന്നു വീണു. വനമേഖലയിൽ വെച്ചാണ് അപകടമുണ്ടായത്. വിമാനത്തിലുണ്ടായിരുന്ന ആളുകളുടെ എണ്ണം വ്യക്തമല്ല. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ദിലീപ് കുറ്റിച്ചൽ ചേരുന്ന വിവരങ്ങളുമായി. ദിലീപ്, എത്രത്തോളം വലിയൊരു അപകടമാണ് ഉണ്ടായത്? അപകടത്തിന്റെ വ്യാപ്തി വ്യക്തമായിട്ടുണ്ടോ? എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? അമൽ, ഇന്ന് വൈകിട്ട് 4 മണിയാണ് അപകടം സംഭവിച്ചത്. ഛത്തീസ്ഗഡിലെ ജഷ്പൂർ ജില്ലയിലാണ് ഈ ഒരു അപകടം സംഭവിച്ചത് എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വകാര്യ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വനത്തിന് മുകളിലൂടെ സഞ്ചരിക്കുന്നതിനിടയിലാണ് മരത്തിൻ്റെ ചില്ലയിൽ തട്ടി നിയന്ത്രണം വിട്ട് നിലത്ത് പതിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ കനത്ത പുകയും തീയും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രദേശവാസികളാണ് ആദ്യം സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തിയത്. അതിനുശേഷമാണ് ജില്ലാ ഭരണകൂടവും അഗ്നിരക്ഷാ സേനയും പോലീസ് അടക്കമുള്ളവർ എത്തി സുരക്ഷാ നടപടിയിലേക്ക് കടന്നത്. നിലവിൽ ഗുരുതരമായി പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചു എന്നുള്ള അനൗദ്യോഗിക റിപ്പോർട്ടുമുണ്ട്. ഈ വിമാനത്തിൽ എത്ര പേർ ഉണ്ടെന്നോ അതോടൊപ്പം തന്നെ എത്ര പേർക്ക് പരിക്ക് പറ്റിയെന്നോ എന്നടക്കമുള്ള വിവരങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. എന്തായാലും നിലവിലത്തെ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് മരച്ചില്ലയിൽ തട്ടി നിയന്ത്രണം വിട്ട് നിലത്ത് പതിക്കുകയായിരുന്നു വിമാനം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അമൽ, യെസ്, വ്യക്തമാണ്. ഛത്തീസ്ഗഡിലാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. വിവരം നൽകുകയായിരുന്നു ദിലീപ് കുറ്റിച്ചൽ.